إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അൽ കബായിർ വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട 11 കാര്യങ്ങൾ നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എന്ന് ഹദീസുകളിൽ പറഞ്ഞ 10 കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഇടക്ക് ഒരിക്കൽ ലഹരിയും മദ്യവുമായി ബന്ധപ്പെട്ട വിഷയവും പറഞ്ഞു. ഇനി ഇവിടെ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഇന്നത് ഏറ്റവും അടുത്തത്, പിന്നെ അതിന്റെ അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ ഒരു ക്രമം ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാർ പല ക്രമത്തിലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എണ്ണിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന കാര്യങ്ങൾ ആണ് ഇനി വിശദീകരിക്കാനുള്ളത്. ചില പണ്ഡിതന്മാർ 4ാമത്തെ കാര്യമായി, എന്നാൽ അവർ പറഞ്ഞു വന്ന വിഷയത്തിൽ 4ാമതായി കൊടുത്തിട്ടുള്ള കാര്യം, നമുക്കറിയാം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 റുക്നുകൾ, ഇസ്ലാം കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യ വചനത്തിന് ശേഷം ഹദീസുകളിലും ഖുർആനിലെ വിവിധ ആയത്തുകളിൽ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി അതിന് ശേഷം പറഞ്ഞിട്ടുള്ളതുമായ കാര്യം നമസ്കാരം എന്ന കാര്യമാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യമോ അതിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതുമായി അത് ഉപേക്ഷിക്കുക എന്നത് വൻപാപമാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ബുനിയൽ ഇസ്ലാം അലാ ഹംസിൻ, 5 കാര്യങ്ങളിൽ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഷഹാദ് 2 സാക്ഷ്യവചനങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം നമസ്കാരം നിലനിർത്തുക, ഇത് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് മുത്തഫഖുൻ അലൈഹിയായ, അതായത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അതല്ലാത്തതുമായ ഹദീസുകളിൽ ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ 2 സാക്ഷ്യവചനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അങ്ങനെ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ വയുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നതുവരെ, 3ാമത്തേത് സക്കാത്ത് നൽകുകയും ചെയ്യുന്നതുവരെ. ഖുർആനിലും ഇതേ ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലും ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ 3 കാര്യങ്ങൾ ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫൈദാ ഫഅലു ദാലിക അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, ഈ 3 കാര്യങ്ങൾ വിശ്വസിക്കുക, അള്ളാഹുവിലും നബിയിലും നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, സക്കാത്ത് കൊടുക്കേണ്ടവർ, ഈ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ എന്നിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബിയിൽ നിന്ന് അവരുടെ രക്തവും അവരുടെ സമ്പത്തും അവർ സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാളുടെ ജീവനും സമ്പത്തിനും സംരക്ഷണം ലഭിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളിൽ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യം അത് ഇസ്ലാമിൽ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നരകത്തിൽ എത്തുന്ന ആളുകൾ, സഖർ എന്ന് പറയുന്ന നരകത്തിൽ എത്തുന്ന ആളുകളോട് സ്വർഗത്തിന്റെ ആളുകളെ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ, അതുപോലെ തന്നെ മുൻകടന്നവർ, പിന്നെ വരുന്നവർ എന്നൊക്കെ ഖുർആൻ വേർതിരിച്ചത് കാണാം. അതിൽ അസ്ഹാബുൽ യമീൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ സ്വർഗക്കാരായ ആളുകൾ നരകക്കാരായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യം സൂറത്തുൽ മുദ്ദസ്സിറിലെ 39 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ നരകത്തിൽ പ്രവേശിച്ചത് എന്ത് കാര്യമാണ് എന്ന് നരകക്കാരോട് ഈ സ്വർഗത്തിലെ അസ്ഹാബുൽ യമീൻ, ആ ആളുകൾ, യമീന്റെ ആളുകൾ ചോദിക്കുകയാണ്. അപ്പോ ആ നരകക്കാരുടെ മറുപടി 4 കാര്യങ്ങൾ അവർ ഏറ്റുപറയുന്നുണ്ട്. ഞങ്ങൾ നരകത്തിലെത്താൻ കാരണം ഈ 4 കാര്യങ്ങളാണ്. അതിൽ 1ാമതായി അവർ പറയുന്നത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല.
ഇതാണ് ഒന്നാമതായി നരകക്കാർ അവരുടെ കുറ്റമായി ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഒരു നമസ്കാരമാണെങ്കിൽ പോലും അതിനെ പാഴാക്കി കളയുക എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പോൾ പിന്നെ കൂടുതൽ നമസ്കാരങ്ങളെയോ അല്ലെങ്കിൽ നമസ്കാരത്തെ തന്നെ മുഴുവനുമോ പാഴാക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ തറക്ക സ്വലാത്തൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മേഘാവൃതമായ ഒരു സായാഹ്ന സമയത്ത് ഒരു സഹാബി സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോയിരിക്കുന്നു, നിഷ്ഫലമായി പോയിരിക്കുന്നു. അപ്പൊ ഇത് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരാളെ കുറിച്ച് നബി പറഞ്ഞതാണ്. അപ്പൊ ഒരു അസർ മാത്രമല്ല, അസറും സുബുഹുമോ അല്ലെങ്കിൽ വേറെ നമസ്കാരങ്ങളോ അല്ലെങ്കിൽ സ്ഥിരമായി നമസ്കരിക്കാത്തവന്റെയോ അവസ്ഥ പിന്നെ പറയേണ്ടതില്ല. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും, അതായത് മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളല്ലാത്ത കാഫിറുകളുടെയും മുനാഫിക്കുകളുടെയും ഇടയിലുള്ള അഹ്ദ്, ബന്ധം, അല്ലെങ്കിൽ അതിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസപരമായ ഉടമ്പടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മുസ്ലിങ്ങളിൽ ലഭിക്കുന്ന നിർഭയത്വം എന്ന് പറയുന്നത്, ഇതിലൊക്കെയുള്ള മാനദണ്ഡം എന്താണ്? നമസ്കാരം എന്നതാണ്. മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നവരാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവർ നമസ്കരിക്കുന്നവരല്ല. നമസ്കരിക്കുന്നുവോ അതാണ് ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവനുമായുള്ള കരാർ, ബന്ധം അല്ലെങ്കിൽ നിർഭയത്വം എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ ഫഖദ് കഫർ, അവൻ കാഫറായിരിക്കുന്നു. അബൂദാവൂദിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ, അൽ ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കു സ്വലാത്ത്, അള്ളാഹുവിന്റെ അടിമയുടെയും കുഫറിന്റെയും ഇടയിലുള്ള കാര്യം എന്ന് പറയുന്നത് നമസ്കാരം ഒഴിവാക്കലാണ്. അപ്പൊ നമസ്കാരം ഒഴിവാക്കിയ ഒരുത്തൻ കാഫറാണെന്നും അവന്റെ കരാറിനെ അവർ ലംഘിച്ചിരിക്കുന്നുവെന്നും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നിർഭയത്വം അവനില്ലെന്നുമൊക്കെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അഹ്മദ് അതുപോലെ മറ്റ് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അവസാനമായി പറയുന്ന ഒരു കാര്യം, വലാ തത്റുകന്ന സ്വലാത്തം മക്തൂബത്തം മുതഅമ്മിദ, മനഃപൂർവ്വം നിങ്ങളിൽ ഒരാളും ഒരു നമസ്കാരത്തെയും ഉപേക്ഷിക്കുക തന്നെ ചെയ്യരുത്. ഫഇന്ന മൻ തറക സ്വലാത്തം മക്തൂബത്തം മുതഅമ്മിദ, ആരാണോ മനഃപൂർവ്വം ഫർള് ഒരു നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവൻ ഫഖദ് ബരിഅത്ത് മിൻഹു ദിമ്മത്തുല്ലാഹ്, ആ നമസ്കാരം ഒഴിവാക്കിയവനിൽ നിന്ന് അള്ളാഹുവിന്റെ ദിമ്മത്ത്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം, അള്ളാഹുവിന്റെ സംരക്ഷണം അത് അവനിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ കരാർ അവസാനിച്ചു, അവന് പിന്നെ നിർഭയത്വമില്ല, അള്ളാഹുവിൽ നിന്നുള്ള ദിമ്മത്ത്, ഉത്തരവാദിത്തമില്ല, രക്ഷയില്ല, ഇതൊക്കെ അവനിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഗൗരവം നമുക്കറിയാം. മുസ്ലിം ആണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ടോ എങ്കിൽ അവൻ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം നമസ്കാരമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന് വേണ്ടി ദൂതനായി നിയോഗിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നീ അവരോട് ആദ്യം പറയേണ്ടത് തൗഹീദാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നീ ക്ഷണിക്കേണ്ടത് നമസ്കാരത്തിലേക്കാകുന്നു. ആ നമസ്കാരം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നീ സക്കാത്തിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തണം, അതിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ ആ ക്രമവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉപേക്ഷിച്ചാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അവസാനം പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കാത്തവനിൽ കുഫറുണ്ട്, അല്ലെങ്കിൽ നമസ്കരിക്കാത്തവൻ കാഫറാകുന്നു എന്നതും വളരെ വ്യക്തമാണ്. ഇതും സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. നമസ്കാരം ഇസ്ലാമിൽ നിർബന്ധമില്ലെന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫറാണ്, യാതൊരു തർക്കവുമില്ല. ഇനി നമസ്കാരം ഉണ്ട് എന്ന് അംഗീകരിക്കുകയും നമസ്കരിക്കേണ്ടതാണ് എന്ന് സമ്മതിക്കുകയും എന്നാൽ ഒരാൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനും കാഫറാകുന്നു. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, നമസ്കാരം ഉണ്ടെന്ന് അംഗീകരിക്കുന്നു, അത് ചെയ്യൽ നിർബന്ധമാണെന്ന് അംഗീകരിക്കുന്നു, അയാൾ നമസ്കരിക്കുകയും ചെയ്യുന്നു, പക്ഷേ ഇടക്കൊക്കെ അയാൾ അലസത കാണിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു. ആ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വേറൊരു വിഷയമാണ്. എന്നാൽ നമസ്കാരം നിഷേധിച്ചവനോ പതിവായി നമസ്കരിക്കാത്തവനോ കാഫറാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇതുപോലെയുള്ള ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെ ഉപേക്ഷിക്കുന്നവൻ കാഫറാണ്. ഭാര്യ നമസ്കരിക്കാത്തവളാണെങ്കിൽ അവൾ കാഫറായി, ഇനി വിവാഹബന്ധം നിലനിൽക്കുകയില്ല, അവളെ ഒഴിവാക്കണം. ഭർത്താവ് നമസ്കരിക്കാത്തവനാണെങ്കിൽ അവനെ
ഒഴിവാക്കണം, അവനിൽ നിന്ന് വിവാഹമോചനം തേടണം. ഇനിയോ വിവാഹമോചനം തേടിയിട്ടില്ലെങ്കിൽ ഭാര്യക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. രണ്ടുപേർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി നിലനിൽക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? കാഫറായി പോയി. ഇതാണ് മുസ്ലിം ലോകത്തെ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമസ്കാരം നമ്മൾ ഒഴിവാക്കുന്നവരല്ല, പക്ഷെ അതിൽ പല നിലക്കുള്ള അലംഭാവങ്ങൾ സംഭവിക്കാറുണ്ട്. അതും വൻപാപത്തിൽ പെട്ടതാകുന്നു എന്ന് ഇനി പറയുന്ന വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി തൊട്ട് 12ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചതായി കാണാം. സക്കരിയ നബി തൊട്ട് തുടങ്ങിയിട്ടാണ് പറയുന്നത്. അതിന്റെ അവസാന ഭാഗത്ത് ആദമിനെയും നൂഹിനെയും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇതടക്കം 12 നബിമാരെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 59-ാമത്തെ ആയത്തിൽ സൂറത്ത് മറിയം അല്ലാഹു പറയാൻ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഈ പ്രവാചകന്മാരുടെയും അവരുടെ സച്ചരിതരായ അനുയായികളുടെയും കാലഘട്ടത്തിന് ശേഷം പിന്നെ മോശപ്പെട്ട ചില പിന്മുറക്കാർ വന്നു. സലഫുകളല്ല, ഖലഫുകൾ. സലഫ് എന്ന് പറഞ്ഞാൽ നല്ല മുൻഗാമികൾ എന്നാണ്. ഖലഫ് എന്ന് പറഞ്ഞാൽ നല്ല പിൻഗാമികളാണ്. ഇവിടെ ഖൽഫുൻ ചീത്ത പിന്മുറക്കാർ. ഒരു ചെറിയ ഒരക്ഷരത്തിന്റെ ഒരു ഹരക്കത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഖലഫ്, ഖൽഫ്. ഖലഫ് എന്ന് പറഞ്ഞാൽ സലഫ് എന്ന് പറയുന്നത് പോലെ നല്ല പിന്മുറക്കാർ എന്നാണ്. ഇവിടെ സൂചിപ്പിച്ചത് ഖൽഫുൻ. ഈ പ്രവാചകന്മാർക്ക് ശേഷം മോശപ്പെട്ട ചില പിൻഗാമികൾ വന്നു. എന്താണ് അവർക്ക് പറ്റിയ ഒന്നാമത്തെ അബദ്ധം? അളാഉ സ്വലാത്ത, അവർ നമസ്കാരത്തെ പാഴാക്കുന്നവരും. രണ്ടാമത്തേത് വത്തബഉ ശഹവാത്, ഇച്ഛകളെ പിൻപറ്റുന്നവരുമാകുന്നു, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർ. ഫസൗഫ യൽഖൗന ഗയ്യ, ഈ ആളുകൾ പിന്നീട് ഗയ്യിനെ, വഴികേടിനെ, അല്ലെങ്കിൽ വഴികേട് മൂലമുണ്ടാകുന്ന ശിക്ഷയെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന താക്കീതോടുകൂടി ഈ 59-ാമത്തെ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. അപ്പോ പ്രവാചകന്മാർക്ക് ശേഷം വന്ന മോശപ്പെട്ട അനുയായികളുടെ ഒന്നാമത്തെ തകരാറായി ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ നമസ്കാരം പാഴാക്കി എന്നാണ്. നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? സഹാബികൾ മുതൽ ഇങ്ങോട്ട് താബിഈങ്ങളും പണ്ഡിതന്മാരും ആധുനികരും പൗരാണികരും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുന്നവൻ നമസ്കാരം പാഴാക്കുന്നവനാണ്. ഇടക്ക് നമസ്കാരം ഒഴിവാക്കുന്നവൻ അവനും നമസ്കാരം പാഴാക്കുന്നവനാണ്. നമസ്കാരം സമയം തെറ്റിച്ച് നമസ്കരിക്കുന്നവൻ അവനും നമസ്കാരം പാഴാക്കുന്നവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമസ്കരിക്കാത്തവനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വലാകിൻ അഖറൂഹ അൻ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിപ്പിക്കുന്നവരെ കുറിച്ചാകുന്നു നമസ്കാരം പിന്തിപ്പിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിന്റെ വീക്ഷണമനുസരിച്ച് ഒരു സമയത്ത് നഷ്ടപ്പെട്ട സമയം തെറ്റിയ നമസ്കാരം പിന്നെ നമസ്കരിച്ചാലും മതി. അതിനാണ് ഖളാ വീട്ടുക എന്ന് പറഞ്ഞത്. ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടലാണ്. അപ്പൊ വീട്ടുക എന്നതിന്റെ അർത്ഥം വരിക, ഒരു തെറ്റായ പ്രയോഗം. എന്നാൽ സമയം തെറ്റിയ ഒരാൾ മനഃപൂർവ്വം ഉറങ്ങിപ്പോവുകയോ മറവി സംഭവിക്കുകയോ ബോധം നഷ്ടപ്പെടുകയോ ചെയ്യുക, ഇതാണ് നമസ്കാരം ഒഴിവാകാനുള്ള കാരണം. എപ്പോൾ ബോധം തെളിയുന്നുവോ, എപ്പോൾ ഓർമ്മ വരുന്നുവോ അപ്പോൾ അയാൾ നമസ്കരിക്കേണ്ടതുണ്ട്. അയാൾക്ക് ഇളവുണ്ട്. ഈ കാരണമില്ലാത്ത ഒരാൾക്ക് നമസ്കാരം പിന്തിപ്പിക്കാൻ ന്യായമില്ല, ഉഴുതിറില്ല. എന്നാൽ ഈ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മനസ്സിലാക്കിയത് എന്താ? നമസ്കാരം എങ്ങനെ നഷ്ടപ്പെട്ടാലും അത് പിന്നെ നമസ്കരിച്ചാൽ മതി, വീട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ ഒരു വീട്ടൽ നമസ്കാരത്തിന്റെ വിഷയത്തിലില്ല. ഇതിന്റെ അഭിപ്രായമല്ല. ഇബ്നു അബ്ബാസ് തന്നെ പറയാൻ നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവനെ കുറിച്ചാണ് അളാഉ സ്വലാത്ത, നമസ്കാരം പാഴാക്കി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സഹാബികളിൽ പ്രമുഖനാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. താബീങ്ങളുടെ ഇമാമായി അറിയപ്പെടുന്ന ആളാണ് സഈദ് ഇബ്നുൽ മുസയ്യബ്. ആ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ല അദ്ദേഹം വിശദീകരിച്ചത് ളുഹ്റിനെ അസർ വരെ നമസ്കരിക്കാതെ ബന്ധിപ്പിക്കുക, അസറിനെ മഗ്രിബ് വരെ ബന്ധിപ്പിക്കുക, മഗ്രിബിനെ ഇശാ വരെ ബന്ധിപ്പിക്കുക, ഇശായിനെ അതിന് സമയം കഴിയുന്നത് വരെ ബന്ധിപ്പിക്കുക, സുബ്ഹിനെ സൂര്യൻ ഉദിക്കുന്നത് വരെ ബന്ധിപ്പിക്കുക. അപ്പൊ എന്തായി? നമസ്കാരം സമയം ബന്ധിപ്പിച്ച് സമയത്ത് നമസ്കരിക്കാതിരിക്കുക, അവനെക്കുറിച്ചാകുന്നു ഈ ആയത്തിൽ പറയുന്നത്. അവൻ അല്ലാഹു ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു. അതെന്താണ്? ഈ ഗയ്യിനെ അവൻ കണ്ടുമുട്ടേണ്ടി വരും എന്ന ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ള താക്കീത്. അപ്പോ നമസ്കാരം സമയം തെറ്റിച്ച് നമസ്കരിക്കുക എന്നതാണ് ഈ ആളുകൾ ചെയ്ത ഏറ്റവും ഒന്നാമത്തെ ഗുരുതരമായ കുറ്റം. അതുകൊണ്ട് അവർ നരകശിക്ഷ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് സമയം തെറ്റിച്ച് നമസ്കരിക്കുക എന്നത് അലംഭാവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല, മറിച്ച് സമയബന്ധിതമായി നമസ്കരിക്കേണ്ടതാണ്. സമയം തെറ്റിച്ചാൽ മറന്നുപോവുകയോ ഉറങ്ങിപ്പോവുകയോ
ബോധം നഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, അവന് ജീവനുണ്ടോ, ബോധമുണ്ടോ, ഓർമ്മയുണ്ടോ, അവൻ സമയത്ത് നമസ്കരിച്ചിരിക്കണം. ഒരു ഉദുറും അതിലില്ല. യാത്രക്കാരാണെങ്കിൽ ജമ്മ്, തഖ്ദീം, തഖീർ അത് വേറെ വിഷയം. എന്നാൽ ഭൂരിഭാഗം മനുഷ്യന്മാരും ആശുപത്രിയിലാണെങ്കിൽ, ജോലി സ്ഥലത്താണെങ്കിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ സമയം തെറ്റിച്ച് നമസ്കരിച്ച് അത് പിന്നീട് നമസ്കരിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയവരാണ്. ജുമാഅക്ക് വന്ന് സുബ്ഹ് നമസ്കരിക്കുന്ന എത്രയോ മനുഷ്യന്മാരെ കാണാം, അങ്ങനെ പല വക്തും. അപ്പൊ ചോദിച്ചാൽ എന്താ പറയാ, അത് ഞാൻ സുബ്ഹ് നിസ്കരിച്ചില്ല, എപ്പം നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ വൈലുലിൽ മുസല്ലീൻ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ എന്നതിനെയും ഈ പറഞ്ഞ സൂറത്ത് മറിയമിലെ 59-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും തുമഇനീനത്തില്ലാതെ ധൃതിയിൽ നമസ്കരിക്കുന്നവൻ, ശുദ്ധിയില്ലാതെ നമസ്കരിക്കുന്നവൻ, സമയം കഴിഞ്ഞ് നമസ്കരിക്കുന്നവൻ, അതുപോലെ തന്നെ സമയത്തിന് മുമ്പ് നമസ്കരിക്കുന്നവൻ, ഇവനൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്നു. ഇതൊക്കെ നമസ്കാരം പാഴാക്കലാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയം തെറ്റി നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒന്നും എടുക്കാതെ നമസ്കരിച്ചു, കുളിക്കേണ്ടവൻ കുളിക്കാതെ നമസ്കരിച്ചു, അല്ലെങ്കിൽ നമസ്കരിക്കേണ്ട മുറപ്രകാരം നമസ്കരിക്കാതിരിക്കുക, ഓനെ നിസ്കരിച്ചിട്ടുണ്ട്, ധൃതിയിൽ നമസ്കരിക്കുന്നു. ഇതൊക്കെ നമസ്കാരം പാഴാക്കിയവരുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അദ്ദേഹത്തിന്റെ ഫതാവയിൽ നമുക്ക് കാണാം, ഒരാൾ ചോദിക്കുകയാണ്, ഇശാ അതിന്റെ സമയത്ത് നമസ്കരിക്കലാണോ അല്ല പിന്തിപ്പിക്കാൻ പറ്റുമോ, സമയത്ത് നമസ്കരിക്കലാണോ അഫ്ദൽ? അദ്ദേഹത്തിന്റെ മറുപടി, ഇശാ എന്നല്ല, ഏതൊരു നമസ്കാരവും സമയം പിന്തിപ്പിക്കുക എന്നത് ഹറാമാണ്. ഒരാൾക്കും നമസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിപ്പിക്കുക എന്നത് അനുവദനീയമല്ല. ഒരാൾ ന്യായമില്ലാതെ, ഉദിറില്ലാതെ, ഉദിറെന്താ, ഉറങ്ങിപ്പോവുക, മനഃപൂർവ്വം ഉറങ്ങല്ല, ഉറങ്ങിപ്പോവുകയോ മറവി സംഭവിക്കുകയോ ചെയ്താലല്ലാതെ, അങ്ങനെ ഉദിറില്ലാതെ ഒരുത്ത നമസ്കാരം പിന്തിപ്പിച്ചാൽ ഫഹിയ സ്വലാത്തുൻ ബാത്തിലത്തുൻ ഗൈറു മഖ്ബൂല. എന്നിട്ട് പിന്നെടുത്ത നമസ്കരിക്കാൻ, ഇപ്പൊ ലോറ് നിസ്കരിച്ചില്ല, ഓന്ത തിരക്കുണ്ടായി നിസ്കരിച്ചില്ല, വേറെ ന്യായമല്ല, ഉറങ്ങിപ്പോയതുമല്ല മറന്നതുമല്ല, എന്നിട്ട് നമസ്കരിക്കാത്ത ഒരുത്തൻ അസറിന്റെ സമയത്തിന് ശേഷം അസർ നമസ്കരിക്കുന്നു, ആ നമസ്കാരം ബാത്തിലാകുന്നു. എന്താ ബാത്തിലായെന്ന് അറിയാൻ കാരണം, സമയം കഴിഞ്ഞു, ഗൈറു മഖ്ബൂല. ഉദാഹരണത്തിന് ലുഹർ കഴിഞ്ഞു, അത് അസറിനോട് നിസ്കരിക്കുക, ജമ്മാക്കിയതല്ല, അല്ലാതെ ലുഹറിന്റെ സമയം കഴിഞ്ഞു, നേരത്തെ നിസ്കരിച്ചിട്ടില്ല, എപ്പം നിസ്കരിക്കുക, ജമ്മാക്കാനുള്ള വകുപ്പില്ല, കസറാക്കാനുള്ള വകുപ്പില്ല, എങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുമില്ല. വലൗ സല്ലാഹാ അൽഫ മറ, ഒരു വക്ത് നഷ്ടപ്പെട്ടവൻ 1000 വട്ടം നമസ്കരിച്ചാലും ശരി. ഇപ്പൊ ഒരു സുബ്ഹിന് കിടന്നുറങ്ങി, മനഃപൂർവ്വം ഉറങ്ങാൻ, എഴുന്നേൽക്കാനുള്ള ചിന്തവനില്ല, അലാം വെച്ചിട്ടില്ല, അല്ല അങ്ങനെ ഉണരാറില്ല, ഞാൻ ഉറങ്ങിപ്പോയി എന്നൊന്നും പറയും, അങ്ങനെ ഉറങ്ങാൻ. അപ്പൊ എന്താ, ഉറങ്ങിപ്പോയതാണ്, ഓൻ ഒരു ഉദറുമില്ല, അവൻ മനഃപൂർവ്വം ഉറങ്ങിയതാണ്. എന്നിട്ട് സുബ്ഹിന്റെ സമയം കഴിഞ്ഞ് നിസ്കരിക്കുക. ഒരു സുബ്ഹിന് പകരം 1000 വട്ടം നമസ്കരിച്ചാലും അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ, അത് അദ്ദേഹം തന്നെ മറ്റു പല പണ്ഡിതന്മാരെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്താ, അതിന്റെ സമയം കഴിഞ്ഞുപോയി. ഖുർആനിൽ എന്താ പറയുന്നത്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ മേൽ കിതാബൻ നിർബന്ധമാക്കപ്പെട്ട കാര്യമാകുന്നു, മൗഖൂതൻ സമയം നിശ്ചയിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹു 5 വക്ത് തന്നെ സമയം 5 സമയങ്ങൾ നിശ്ചയിച്ച നിർബന്ധ നമസ്കാരമാണ്. സമയം നിശ്ചയിക്കപ്പെട്ട നമസ്കാരം സമയത്തിനുള്ളിൽ നമസ്കരിക്കണം. സമയം തെറ്റി നമസ്കരിച്ചാൽ സമയം കഴിഞ്ഞു, പിന്നെ അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോ ഈ ആയത്ത് മാത്രമല്ല, നമസ്കാരത്തിന്റെ സമയം വിശദീകരിക്കുന്ന വേറെയും ആയത്തുകൾ ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ശൈഖ് ഉസൈമീൻ പറയാൻ, ഒരാൾ നമസ്കാരം സമയമാകുന്നതിന്റെ മുമ്പ് നമസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടാത്തതുപോലെ തന്നെ നമസ്കാരം സമയം കഴിഞ്ഞ് നമസ്കരിച്ചാലും ലൻ തുഖ്ബല മിൻഹു, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ, അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറത്താ നിസ്കരിച്ചത്, അല്ലെങ്കിൽ ഇപ്പുറത്താ നിസ്കരിച്ചത്. ഇപ്പൊ സമയം കഴിഞ്ഞാലും നിസ്കരിക്കാം, ഖളാ ആക്കാം എന്ന് വാദമുള്ള ആളുകൾ എന്തംഗീകരിക്കൂല? സുബൈന്റെ വാങ്ങൊടുക്കൽ പെടുത്താൻ സുബൈ നിസ്കരിച്ചാലോ സ്വീകരിക്കോ? ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലോ അത് സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നു. അതിനെന്താ മാനദണ്ഡം, എന്താ തെളിവ്? അപ്പുറത്തുള്ളത് സമയത്തിന്റെ മുമ്പ് നമസ്കരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ലെങ്കിൽ, ഇപ്പൊ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു തന്നെ പോകണം, അയാൾക്ക് അപ്പളേ സമയമുള്ളൂ, ബാങ്ക് കൊടുത്ത സമയമല്ല, അപ്പൊ അയാൾ ബാങ്ക് കൊടുക്കാൻ കുറച്ചു മുമ്പ് നിസ്കരിച്ചു, ളുഹർ സ്വീകരിക്കോ? ഇല്ല. അതുപോലെ തന്നെയാണ് സമയം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉദർ ഇല്ലെങ്കിൽ അയാളുടെ നമസ്കാരം അയാൾ 1000 വട്ടം നമസ്കരിച്ചാലും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ തന്നെ നമസ്കരിക്കേണ്ടതാകുന്നു. അപ്പൊ അതിന്റെ ഗൗരവം ഇപ്പറഞ്ഞതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് സാധാരണ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ അങ്ങനെ നമസ്കരിച്ചാൽ മതി എങ്കിലും സ്വീകരിക്കപ്പെടും എന്ന ധാരണയനുസരിച്ച് നമസ്കരിക്കുന്നവരാണ്. അങ്ങനെ ഖളാ ആക്കുക എന്ന് പറയുന്ന ഏർപ്പാടില്ല. ഉറങ്ങിപ്പോയാൽ ഉണരുമ്പോൾ നമസ്കരിക്കണം, മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം. ഈ 2 കാര്യവും നബിക്കും സംഭവിച്ചിട്ടുണ്ട്,
സഹാബത്തിനും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരാണ്. നബിയും സമയം തെറ്റിപ്പോയിട്ടുണ്ട്, സഹാബത്തിനും തെറ്റിയിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരു യാത്രയിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് സുബഹി നിസ്കാരവും സമയം തെറ്റി നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ നബിക്ക് പോലും സംഭവിച്ച കാര്യമാണ്. അത് ഒരാളുടെ കുറ്റമല്ല അങ്ങനെ സംഭവിച്ചു പോയാൽ. എന്നാൽ മനഃപൂർവ്വം സമയത്ത് നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാത്രക്കാരനോ രോഗിയോ അല്ലെങ്കിൽ ജമ്മോ കസ്ര ആക്കാനുള്ള ന്യായങ്ങളോ ഇല്ലാതെ ഒരാൾ അങ്ങനെ ചെയ്താൽ അയാൾ നമസ്കാരം ബാത്തിലാകുന്നു. അങ്ങനെ ഒരുത്തനായാലോ അവൻ ഇസ്ലാമിന്റെ നിർബന്ധമായ കാര്യം ഒഴിവാക്കിയവനാണ്. അപ്പൊ അവൻ നരകം കണ്ടെത്തേണ്ടവരാകുന്നു. അതുപോലെ തന്നെ ഫൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറയുന്ന നമസ്കരിക്കുന്നവർക്ക് നാശം അതിനുശേഷം പറയുന്നുണ്ട്. അപ്പൊ ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ് സമയം തെറ്റി നമസ്കരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വൻപാപമായത്. മൂന്നാമത്തേത് ഫൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്താ ഖുർആൻ തുടങ്ങുന്നത്? നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ്, നിസ്കരിക്കാത്തവർക്ക് നാശം എന്നല്ല. നമസ്കരിക്കുന്നവർക്ക് നാശം. എന്തുകൊണ്ടാണ് അവിടെ നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞത്? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമാണോ? അല്ല. അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ തൊട്ട് സഹ്വ് അശ്രദ്ധരാകുന്നു, ഗാഫിലീങ്ങളാകുന്നു, അശ്രദ്ധയുള്ളവരാണ്. അപ്പൊ ശ്രദ്ധ കൊടുക്കുന്നവരല്ല. ശ്രദ്ധ തെറ്റുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സമയത്ത് നമസ്കരിക്കുന്നില്ല, അത് ഗഫലത്താണ്, സഹുവാണ്. അല്ലെങ്കിൽ നമസ്കാരം അതിന്റെ പുറപ്രകാരം നമസ്കരിക്കുന്നില്ല, നമസ്കാരം അതിന്റെ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന സഹുവിൽപ്പെട്ടതാണ്. അങ്ങനെ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം പാഴായിപ്പോയി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹം ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ സഹ്വ് എന്ന് പറഞ്ഞാൽ തർക്കു സ്വലാത്തി അൻ വഖ്തിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്ത് നമസ്കരിക്കാതെ ഒഴിവാക്കലാകുന്നു. ഹത്താ യളീ അൽ വഖ്തു, സമയം പാഴായി പോകുന്നത് വരെ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇമ്മാ അൻ ഫീലിഹാ ബിൽ കുല്ലിയ്യ, നമസ്കാരത്തൊട്ട് അശ്രദ്ധർ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ സംബന്ധിച്ച് പാടെ മറക്കുന്നവർ അല്ലെങ്കിൽ അശ്രദ്ധരാകുന്നവർ. ഇനി മസ്റൂഖ് എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ആള് പറയുന്നതനുസരിച്ചാണെങ്കിൽ നമസ്കാരത്തെ അതിന്റെ സമയത്തിൽ നിന്ന് പുറത്തു കടത്തലാണ്. അശ്രദ്ധ കൊണ്ട് സമയം തെറ്റി നമസ്കരിക്കുകയോ അശ്രദ്ധ കൊണ്ട് നമസ്കാരം ഒഴിവാക്കുകയോ ചെയ്യുന്ന രണ്ടും ഈ പറയുന്ന സഹുവിൽപ്പെടുന്നു എന്ന് സഹാബിയും താബിയും അതുപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ അത് അപൂർണമായി നമസ്കരിക്കുന്നവരോ അല്ലെങ്കിൽ അലംഭാവം കാണിക്കുന്നവരോ, വൈല് എന്ന് പറയുന്ന, അതെന്താണ് വൈല് എന്ന് പറഞ്ഞാൽ? നരകത്തിലെ ഒരു സ്ഥലമാണോ, ഒരു താഴ്വരയാണോ, അല്ലെങ്കിൽ പ്രത്യേക ശിക്ഷയാണോ, നാശം എന്ന അർത്ഥമാണോ? പല വ്യാഖ്യാനങ്ങളും കാണാം. എന്തായിരുന്നാലും നരകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ താക്കീതിൽ നിന്നും നമസ്കാരത്തിൽ ഈ അശ്രദ്ധ പുലർത്തുക എന്ന് പറയുന്നത് വൻപാപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തേത് ലഹുവാൻ. ഇതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വഔലാദുക്കും അൻ ദിക്രില്ല. സൂറത്തുൽ മുനാഫിഖൂൻ 9-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ഇതും ഖുർആന്റെ താക്കീതാണ്. ഇവിടെ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം ദിക്റുള്ളയാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ടതൊക്കെ ദിക്റുള്ളയിൽപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ ആ ദിക്റുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ് എന്ന് മുഫസ്സിറുകളിൽ ഭൂരിഭാഗം ആളുകളും വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോ ഒരാൾ കച്ചവടവുമായി ബന്ധപ്പെട്ട സമ്പത്ത്, കച്ചവടം, കൃഷി, വിൽപ്പന, വാങ്ങൽ, ഇനി പണവുമായി ബന്ധപ്പെട്ട, സമ്പത്തുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യവും, അതൊക്കെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽപ്പെട്ടു. ഇതും പിന്നെ അതിന്റെ അനുബന്ധം ഒരു മനുഷ്യന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഓന്റെ മക്കളാണ്. ഈ മക്കളും സമ്പാദ്യവും നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധമാക്കാതിരിക്കട്ടെ. നമ്മൾ നമസ്കാരത്തിന് ശ്രദ്ധ വിട്ടുപോകാനുള്ള കാരണം ദുനിയാവാണ്, മറ്റും നമ്മുടെ കുടുംബമാണ്. ഇത് രണ്ടും ഒരു കാരണം ആരെ വിളിച്ചാൽ നബി അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ആ സത്യവിശ്വാസികളായ ആളുകൾക്ക് അശ്രദ്ധമാക്കുന്ന ഒരു കാര്യമായി സമ്പത്തോ ദുനിയാവോ മാറാൻ പാടില്ല. അങ്ങനെ ആയാൽ അവരെന്തായിത്തീരും? ആ ആളുകളെ കുറിച്ച് ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ നമസ്കാരത്തെ തൊട്ട് ആരെങ്കിലും അശ്രദ്ധമായാൽ, അല്ലെങ്കിൽ സന്താനമോ സമ്പത്തോ നമസ്കാരത്തെ അശ്രദ്ധമാക്കി കളഞ്ഞാൽ അക്കൂട്ടർ നഷ്ടകാരികളാകുന്നു. അപ്പൊ എന്താ പ്രത്യേക ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുണ്ടെങ്കിൽ അതൊക്കെ വൻപാപമാണ്. അതും താക്കീതാണ്. നഷ്ടപ്പെടുക, നഷ്ടകാരിയാവുക എന്ന് താക്കീതാണ്. ആ താക്കീത് നൽകപ്പെട്ട ആളുകളാണ് നമസ്കാരത്തെ സംബന്ധിച്ച് ഇത്തരം വീഴ്ച സംഭവിക്കുന്ന ആളുകൾ. നാലാമത്തെ കാര്യം നമസ്കാരമാണ് പരലോകത്ത് അള്ളാഹു മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം. അവ്വലമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. ഒരു അടിമ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം ഖിയാമത്ത് നാളിൽ നമസ്കാരമാകുന്നു. ആ നമസ്കാരം പൂർണ്ണമായി കാണപ്പെട്ടാൽ
കുത്തിബത്ത് താമത്തൻ, അവന്റെ നമസ്കാരം അവന് പരിപൂർണമായി രേഖപ്പെടുത്തപ്പെടും. ഇത് നേരത്തെ ഇവിടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തിരുന്നു, നമസ്കാരത്തിന്റെ രൂപം. അതിന്റെ തുടക്കത്തിൽ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. എന്നിട്ട് പരിശോധിക്കും, നമസ്കാരം പൂർണ്ണമാണെങ്കിൽ അവന്റെ മറ്റു കർമ്മങ്ങളും പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടും. നമസ്കാരം പൂർണ്ണമല്ലെങ്കിൽ അള്ളാഹു മലക്കളോട് പറയും, ഇയാൾ സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങൾ കണക്കാക്കി ഫർളിൽ വന്ന വീഴ്ചകളെ അള്ളാഹു പരിഗണിക്കും. എന്നിട്ട് സുമ്മ സായിറുൽ അഅമാലി തജ്രി അലാ ഹിസാബി ദാലിക്, ഇവന്റെ നമസ്കാരം എത്ര കണ്ട് പൂർണ്ണമാണോ അതിനനുസരിച്ചാണ് മറ്റ് അമലുകൾ സ്വീകരിക്കപ്പെടുക, അവ സഞ്ചരിക്കുക. അപ്പൊ നമസ്കാരം പൂർണ്ണമല്ലയോ മറ്റ് അമലുകളും പൂർണ്ണമായി അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫർളിൽ വരുന്ന വീഴ്ച സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെട്ട് അങ്ങനെ ഒരുത്തന്റെ നമസ്കാരം പൂർണ്ണമായാൽ മറ്റ് അമലുകളെയും അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കും. നമസ്കാരം അപൂർണമാണോ മറ്റ് അമലുകളെയും അള്ളാഹു അപൂർണമായ സ്വീകരിക്കുകയുള്ളൂ. വളരെ ശക്തമായ താക്കീതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമസ്കാരത്തിൽ ഒരിക്കലും ഈ തരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് സംഭവിക്കാൻ പാടില്ല. ആറാമതായി ഹദീസുകളിൽ വളരെ താക്കീതുള്ള ഒരു കാര്യം, നമസ്കരിക്കുന്നു, പക്ഷേ നമസ്കരിക്കുന്നവൻ അതിൽ കുറവ് വരുത്തുന്നു. ഇവന് നേരത്തെ പറഞ്ഞ സുഹൃത്ത് മറിയം പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവനാണ്. നമസ്കരിക്കുന്നുണ്ട്, 2 റക്അത്താൻ 2 റക്അത്ത് നമസ്കരിക്കുന്നു, 4 ആണെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നു. പക്ഷേ എവിടെയാണ് അവൻ നമസ്കാരത്തെ പാഴാക്കുന്നത്? പ്രസിദ്ധമായ ഒരു ഹദീസ്, ഇതും അന്ന് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് മുസീഇ സ്വലാ, നമസ്കാരം തെറ്റായി നമസ്കരിച്ചതിനെ സംബന്ധിച്ച ഹദീസ് എന്നാണ് ആ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ആ ഹദീസിന്റെ ആശയം ഇതാണ്: നബി പള്ളിയിൽ വന്നു, വേറെ ഒരാളും പള്ളിയിൽ കയറി. ആ പള്ളിയിൽ കയറിയ ആള് ഒരു ഭാഗത്ത് പോയി നമസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം സുന്നത്ത് നമസ്കരിക്കാൻ അങ്ങനെ വന്ന് നബിന്റെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു. നബി സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ തിരിച്ചുപോ, എന്നിട്ട് നമസ്കരിക്കുക, നീ നമസ്കരിച്ചിട്ടില്ല തന്നെ. അയാൾ വീണ്ടും പോയി നമസ്കരിച്ചു. വീണ്ടും വന്ന് നബിയോട് സലാം പറഞ്ഞു. അപ്പോഴും നബി ഇതേ കാര്യം പറഞ്ഞു, നീ നമസ്കരിച്ചിട്ടില്ല, പോവുക, നമസ്കരിക്കുക. രണ്ടാമത് നമസ്കരിച്ച് വീണ്ടും നബിയുടെ അടുക്കൽ വന്നു. അപ്പോഴും നബി അതേ കാര്യം ആവർത്തിച്ചു. അയാൾ തിരിച്ചുപോയി. ചില റിപ്പോർട്ടിൽ അങ്ങനെ, വേറെ ചില റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാമതും അത് കഴിഞ്ഞു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് പറയുന്നത് 3 വട്ടം അങ്ങനെ കഴിഞ്ഞു എന്നാണ്. എന്നിട്ട് നബിയോട് അദ്ദേഹം പറയാൻ, നബിയെ, എനിക്കിങ്ങനല്ലാതെ നമസ്കരിക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നമസ്കാരം പഠിപ്പിച്ചു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു, ഇതാണ് എങ്ങനെ നമസ്കരിക്കണമെന്ന്. അതിൽ പ്രത്യേകം പറഞ്ഞ, എല്ലാം കൂടി ഇവിടെ പറയാൻ സമയമല്ല, നബി അതിൽ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം എന്താ? നീ റുക്കൂഴിൽ പോവുക, റുക്കൂഴിൽ നീ ശാന്തനാവുക, തുമഇനീന. നീ സുജൂദിൽ പോവുക, സുജൂദിൽ നീ തുമഇനീന, ശാന്തനാവുക. നീ 2 സുജൂദിനിടയിൽ ഇരിക്കുക, നീ അവിടെ തുമഇനീനത്ത് പാലിക്കുക. എന്താ തുമഇനീന? മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. തുമഇനീനത്ത് ഉണ്ടാകണം. നമസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ട ഒരു കാര്യമാണ് തുമഇനീന, അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞാൽ. അതിന്റെ വിശദമായി ചുരുക്കി പറഞ്ഞാൽ ഒറ്റവാചകത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് അതേ രീതിയിൽ ചെയ്യുക എന്നതാണ് തുമഇനീന. അപ്പോ ഉദാഹരണത്തിന് റുക്കൂഴിൽ പോകുമ്പോൾ കൈ എവിടെ വെക്കണം, കൈയിന്റെ മുട്ട എങ്ങനെയായിരിക്കണം, പിന്നെ പുറം എങ്ങനെയായിരിക്കണം, തലയും പുറവും എങ്ങനെ വരണം, അവന്റെ കാൽമുട്ടുകൾ എങ്ങനെയാകണം എന്നത് ആ രീതി എങ്ങനെ പഠിപ്പിച്ചുവോ അതേ രീതിയിൽ വരണം. അപ്പോൾ തുമഇനീനത്തായി. അങ്ങനെ ഏതൊരു കാര്യവും എഴുത്തിതാൽ ഇങ്ങനെ വന്ന് അങ്ങനെ തന്നെ മടങ്ങിയാൽ പോരാ. നേരെ നിൽക്കുക എന്ന് പറയാവുന്ന തരത്തിൽ ഒരാൾ നേരെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ തുമഇനീനത്തായി. അപ്പൊ ഓരോന്നും എങ്ങനെ ചെയ്യണമോ ആ അടക്കത്തോടും ഒതുക്കത്തോടും പറഞ്ഞ രീതിയിൽ നിർവഹിക്കുക എന്നാൽ. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പൊ നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാ തുജ്സിഉ സ്വലാത്തുൻ ലാ യുഖീമു റജുലു ഫീഹാ സുൽബഹു ഫിർ റുകൂഇ വസുജൂദ്. ഒരാളുടെ നമസ്കാരത്തിൽ അവന്റെ മുതുകിനെ, സുജൂദ് റുകൂഇ പോകുമ്പോൾ പുറം, ഇതിവിടെ ചെയ്ത് കാണിച്ചെന്നതാണ്, പുറം അയാൾ വളച്ചു വെക്കുന്നു, പുറവും പെരടിയും നേരെയാകുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ സുജൂദിൽ ഒരാൾ വളഞ്ഞു ചുരുണ്ട് കിടക്കുന്നു, അവൻ നീണ്ടു നിവർന്ന് മുതുകിനെ നീട്ടി വളവില്ലാതെ അവന്റെ നട്ടെല്ല് വരുന്നില്ല, ഇങ്ങനെ ഒരുത്തൻ നമസ്കരിച്ചാൽ ലാ തുജ്സിഉ സ്വലാത്തുൻ, അവന്റെ നമസ്കാരം മതിയാക്കുകയില്ല, അല്ലെങ്കിൽ മതിയാവുകയില്ല എന്ന് പറഞ്ഞാൽ കൂലി കിട്ടാവുന്ന പൂർണ്ണമായ നമസ്കാരമല്ല അത്. അപ്പൊ നോക്കൂ, ഇത് നേരത്തെ പറഞ്ഞ തുമഇനീനയിൽ പെട്ടതാണ്. പുറം നേരെ നിൽക്കണം, സുജൂദിൽ വളഞ്ഞു ചുരുങ്ങാൻ പാടില്ല, പുറം മുതുക് നീട്ടി വെക്കണം, വളഞ്ഞു ചുരുണ്ട് കിടക്കരുത്. അതൊക്കെ ഇവിടെ ചെയ്ത് കാണിച്ചതിന്റെ കൈ എവിടെ വെക്കണം, കാല വെക്കണം, തല എവിടെ വെക്കണം, നെറ്റി എവിടെ വെക്കണം, നെറ്റി ഏത് നേരെ വരണം, കൈ എവിടെ വെക്കണം. അപ്പോ അതൊന്നും അല്ലാത്ത നിലയ്ക്ക് ഒരാൾ നമസ്കരിച്ചാൽ അവൻ തുമഇനീനത്തില്ല, അവന്റെ നമസ്കാരം മതിയാകാത്ത നമസ്കാരമാണ്.
അതുപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ, ഏറ്റവും മോശമായി കളവ് നടത്തുന്നവൻ നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാകുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ നമസ്കാരത്തിലെ മോഷണം എന്ന് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, റുക്കൂഴ് പൂർത്തിയാക്കാത്തവൻ, യഥാർത്ഥ രീതിയിൽ റുക്കൂഴ് ചെയ്യാത്തവൻ, സുജൂദിനെ അതിന്റേതായ രീതിയിൽ സുജൂദ് പൂർത്തിയാക്കാത്തവൻ, മുതുകിന് പുറത്തെ റുക്കൂഴിലും സുജൂദിലും നേരെ ചൊവ്വേ നിർത്താത്തവൻ, അവൻ കള്ളനാകുന്നു. കാരണം എന്താ? ചെയ്യേണ്ടത് ചെയ്തതുപോലെ ചെയ്തില്ല, അതിന്റെ പൂർണ്ണ നൽകിയത്, അതിനെ കട്ടെടുത്തു. സുജൂദ് പൂർത്തിയാക്കിയില്ല, അതൊരു കളവാൻ. സുജൂദ് പൂർത്തിയാക്കിയില്ല, അതൊരു കളവാൻ. അവനാകുന്നു ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മുനാഫിക്കിന്റെ നമസ്കാരമാണ് എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ അസറിന്റെ സമയമായി എന്നിട്ട് സൂര്യൻ നോക്കി കുത്തിരിക്കാൻ, അവസാനം സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് ശൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാകുന്ന അവസ്ഥയെത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് പോയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അസർ നിസ്കരിക്കുന്നു. നബി പറഞ്ഞെന്താ? അർബഅൻ. നഖറ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊത്തുകയാണ്. കിളി, കാക്ക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കൊത്തി തിന്നില്ലേ, അങ്ങനെ കുത്തനെ നക്കറാന്നറിയാം. എന്നാൽ അവിടെ കൊത്തുന്നു. ഇങ്ങനെ 4 റക്അത്തവൻ കൊത്തിയെടുക്കുന്നു. കൈയിട്ട് റുക്കുഴ് സുജൂദ് പോവുക, ഇരിക്കുക, അങ്ങനെ കൊത്തിയെടുക്കുക. അങ്ങനെ 4 റക്അത്തവൻ പക്ഷികൾ കൊത്തുന്നത് പോലെ കൊത്തുന്നു. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല. സ്പീഡിലുള്ള നമസ്കാരം കൊണ്ട് വളരെ കുറച്ചല്ലാതെ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല. ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇവനെന്താ 4 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലേ? 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അള്ളാഹിനെ ഓർക്കാൻ സമയമല്ല. സ്പീഡിൽ നിസ്കാരം, നമ്മൾ പള്ളി ചില ആൾക്കാർ നിസ്കരിക്കാനാണ്. ഒരു 4 മിനിറ്റ്, കൂടിയ 4 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ 4 റക്അത്ത് അവൻ നമസ്കരിക്കുന്നു. എവിടെയാണ് തുമൈന്? എവിടെയാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ? നബി പഠിപ്പിച്ച ദിക്റൊക്കെ ചെല്ലാൻ എവിടെയാണ് സമയം? അപ്പൊ ഇതൊന്നും ഇല്ലാത്തവന്റെ നമസ്കാരം അപൂർണമാകുന്നു, ഇവൻ കള്ളനാണ് എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, എന്നിട്ട് അവൻ നമസ്കരിക്കുന്നു, എന്നിട്ട് അവൻ ഈ പറയുന്ന സുജൂദിൽ ഈ കൊത്തുന്നു. അവൻ അങ്ങനെ നമസ്കരിക്കുന്നവനെ നിങ്ങൾ കണ്ടുവോ എന്ന് നമസ്കരിക്കുന്ന ആളെ ചൂണ്ടി നബി ചോദിച്ചു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെ നമസ്കരിച്ചാണ് മരിച്ചു പോകുന്നതെങ്കിൽ നീ മുഹമ്മദ് നബിയുടെ മില്ലത്തിലല്ല നമസ്കരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബിയുടെ ഫിത്ര, നബിയുടെ പ്രകൃതത്തിലല്ല അവൻ നമസ്കരിച്ചത്. അവൻ വിശക്കുകയും വിശപ്പടക്കാൻ മാത്രം ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പുള്ളവൻ 1-2 കാരക്ക കഴിച്ചാൽ അവന്റെ വിശപ്പ് മാറാത്തതുപോലെയാണ് ഈ നമസ്കാരക്കാരൻ. നിസ്കാരം കൃത്യമായി നമസ്കരിച്ചാൽ അവൻ ചെയ്യേണ്ടതൊക്കെ പൂർത്തിയായി. അപ്പൊ നല്ല വിശപ്പുള്ളപ്പോ 2 ചോള കാരക്കെന്നാൽ വിശപ്പ് കയറും. ഇതുപോലെയാണ് ഈ നമസ്കാരം. ആ നമസ്കാരം അവനൊന്നും നേടിക്കൊടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ നമസ്കരിച്ചു, ഈ പറഞ്ഞതുപോലെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു കൃത്യമായ സുജൂദ് റുക്കൂഅൊന്നുമില്ല. അവനെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ഇങ്ങനെ നീ മരിച്ചാൽ നീ നബിയുടെ ഫിത്ര, ശുദ്ധ പ്രകൃതത്തിൽ അല്ലെങ്കിൽ നബിയുടെ നടപടിക്രമത്തിൽ, നബിയുടെ ചര്യ, ഇതൊക്കെ ഫിത്ര എന്നുള്ള അർത്ഥം പറയാം, ആ ഫിത്രത്തിലല്ല നീ മരിച്ചത്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് കാണാ. ഇയാളോട് ചോദിച്ചു, അല്ല നീ എത്ര കൊല്ലം ഇങ്ങനെ നിസ്കരിക്കാന്ന്? ഞാൻ 40 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ നമസ്കരിക്കാറുള്ളത്. അപ്പോ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ അദ്ദേഹത്തോട്, നീ 40 കൊല്ലമായി എങ്കിൽ നമസ്കരിച്ചിട്ടില്ല. എന്നാൽ എന്റെ 40 കൊല്ലം നമസ്കാരം ശരിയായില്ല. കാരണം തന്നെ ഈ കൊത്തിയ നമസ്കാരം കൃത്യമായ നമസ്കാരമല്ല. എങ്ങനെ നീ മരിച്ചാൽ നബിയുടെ ഫിത്രത്തിലല്ല നീ മരിച്ചത് എന്ന് അദ്ദേഹം താക്കീത് ചെയ്തതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, അബൂദാവൂദിന്റെയും ഹദീസിൽ. അപ്പൊ 6 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ നമസ്കാരം പാടെ ഉപേക്ഷിക്കുക എന്ന പറഞ്ഞതിന് പുറമെ 5 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമസ്കാരത്തിൽ വീഴ്ചുന്ന അശ്രദ്ധകളും വീഴ്ചകളും പോരായ്മകളുമാകുന്നു. ഇത് കടുത്ത പാപത്തിൽപ്പെട്ടതാണ്, വൻ പാപത്തിൽപ്പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമസ്കരിക്കുന്ന നമ്മൾ വൻപാപികളായി മാറുന്നുണ്ടോ? അതല്ല, നമസ്കാരം പ്രകാശമായി മാറി നാളെ നരകത്തിൽ പോകേണ്ടി വന്നാൽ പോലും കരിഞ്ഞു പോകാത്ത നമസ്കാരത്തിന്റെ ആധാറുകളുള്ള കൃത്യമായ നമസ്കാരക്കാരായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു കുറവും വരുത്താത്ത യഥാർത്ഥ നമസ്കാരക്കാരിൽ ഉൾപ്പെടുത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. 7ാമതായി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഖുർആനിൽ നിന്നും ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ്. ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണോ ഫർളാണോ എന്ന് ഒരു ചർച്ച ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു ചർച്ചക്കും അവകാശമില്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ബാങ്ക് കേട്ടവൻ, മറ്റു ഉതിറുകളില്ലാത്തവൻ, ഉതിർന്ന എന്താ ശേഷം പറഞ്ഞാൽ ഇത് മനസ്സിലാവും. ജമാഅത്ത് നിസ്കരിക്കാൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുക എന്നുള്ളതാണ്. ബാങ്ക് കേട്ടവൻ ഉതിറില്ല, പള്ളിയിൽ പോകണം, ജമാഅത്തെ നിസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കൽ നിർബന്ധമാണ്. പള്ളിയിൽ ജമാഅത്ത്, ഷാഫി മദ്ഹബ് അനുസരിച്ച് പള്ളിയിൽ ജമാഅത്ത് ഇറന്നാൽ മതി. അപ്പൊ പള്ളിയിൽ മുഅദ്ദിനും ഇമാമും ഉണ്ടായാൽ ജമാഅത്ത് ഇറക്കും. ബാക്കിയുള്ളവർക്കൊന്നും ഒരു ബാധ്യതയില്ല. ഓലൊക്കെ കുറ്റന്നു പോയി വേദന ഫർള് കിഫായ എന്ന് പറഞ്ഞത്. പക്ഷേ നമസ്കരിക്കുക എന്നതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്. ഫർള് ഐനാകുന്നു. ഇതാണ് ശരിയായ വീക്ഷണം. കാരണം എന്താ? യുദ്ധത്തിൽ പോലും, യുദ്ധത്തെക്കാൾ വലിയൊരു ഉതിറില്ലല്ലോ, യുദ്ധത്തിൽ പോലും
ഖുർആൻ നമസ്കാരം പഠിപ്പിച്ചത് നീ അങ്ങനെയുള്ള ആളുകൾക്കൊപ്പമാണെങ്കിൽ അവരിൽപ്പെട്ട ആളുകളെ കൂട്ടി നീ നമസ്കരിക്കണം. ജമാഅത്താണ്. യുദ്ധത്തിൽ ജമാഅത്തായി നമസ്കരിക്കാൻ നബിയോടുള്ള കൽപ്പനയാണ്. 2 രീതികൾ ഖുർആനിൽ പറഞ്ഞത് കാണാം. വേറെ 5-6 രീതികൾ ഹദീസുകൾ വന്നിട്ട് എങ്ങനെ കഴിയുമോ അങ്ങനെ, നടന്നിട്ടാണെങ്കിൽ നടന്നിട്ട്, കുതിരപ്പുറത്താണെങ്കിൽ കുതിരപ്പുറത്ത്, എങ്ങനെയാണോ അങ്ങനെ നമസ്കരിച്ചോളണം ജമാഅത്തായിട്ട്. അവിടെ പോലും ഒറ്റക്ക് നിസ്കരിക്കാൻ ഉതിറില്ല. പിന്നെ എങ്ങനെ പുറകെ കിടന്നുറങ്ങാൻ? ഒരു തൊഴിലുമില്ലാത്തവൻ വെറുതെ അടക്കുന്നവൻ എങ്ങനെ ഉതിറുണ്ടാകുക? ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലം അതിൽ കാണാം യൗമ യുക്ശഫു അൻ സാഖിൻ. ഹദീസില് യൗമ യക്ശിഫു റബ്ബുന അൻ സാഖിൻ എന്നുണ്ട്. കണങ്കാൽ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം എന്നാണ്. അള്ളാഹു തന്റെ കണങ്കാല് കാണിക്കുന്ന ദിവസം എന്നാണ് ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ളത്. എന്നാൽ ഇപ്പൊ കേരളത്തിലുള്ള മലയാളത്തിലുള്ള അമാനി മൗലവിന്റെ പരിഭാഷ അങ്ങനെ ചില ആളുകളൊക്കെ കാര്യം ഗൗരവത്തിൽ നമ്മളെ മുണ്ടുമടക്കി കൊടുത്തു എന്ന് പറയുന്ന പ്രയോഗം അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ആയത്തിന് ഹദീസ് കൊണ്ട് വ്യാഖ്യാനിപ്പെട്ടത് അള്ളാഹു കണങ്കാല് വെളിപ്പെടുത്തും, മഹ്ശർ നടക്കുന്ന കാര്യം പറയാൻ. ആ സന്ദർഭത്തിൽ ആളുകളെ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടും. അപ്പൊ പരലോക നിസ്കാരമുണ്ട്. സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടും. പക്ഷേ അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുകയില്ല. ആരാ? 43-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ കാണാം വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതരായ സമയത്ത് സുജൂദിലേക്ക് പോകാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ അവർ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് എന്താ? നിസ്കരിക്കാത്തവർന്നല്ല, സുജൂദിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ ജമാഅത്തിന് പോകാത്ത ആളുകൾ അവർക്ക് അവർ ഈ പറഞ്ഞതിൽ പെടും. ഹദീസിൽ മുനാഫിക്കുകൾ എന്ന് പ്രത്യേകം അവരെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് ഗുരുതരമായ പാപമാണ് എന്ന് ഈ ആയത്തിനെയും മറ്റു ചില ഹദീസുകളെയും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ അവന്റെ യഥാർത്ഥ നമസ്കാരമല്ല. അവന്റെ മുതുക് ഒരൊറ്റ നിലക്കായിരിക്കും. മുതുക് ഇങ്ങനെ വളയല്ലോ, ഇത് വളയൂല, വളയൂല. അങ്ങനെ അവൻ സുജൂദിൽ പോകാൻ സാധിക്കുകയില്ല എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിൽ നമസ്കരിക്കാത്തവന്റെ അല്ല, ജമാഅത്തിൽ പങ്കെടുക്കാത്തവന്റെ വീടുകളിലേക്ക് ഇമാമത്തിന് പള്ളിയിൽ വേറെ ഒരാളെ പകരമാക്കി കുറച്ച് സഹാബികളെയും കൂട്ടി വിറക് കെട്ടുകളുമായി പോയി ആ വീടുകൾ ചുട്ടുകരിച്ചെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ആരെ കുറിച്ചാ? നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല. ഹദീസുകളിൽ കാണാം ഇലാ ഖൗമിൻ ലാ യസ്ഹദൂന സ്വലാത്ത. നമസ്കരിക്കാത്തവർ എന്നല്ല, നമസ്കാരത്തിന് ഹാജരാകാത്തവർ. ജമാഅത്തിൽ വരാത്ത ആളുകളുടെ വീടുകൾ തീ കൊണ്ട് ചുട്ടുകരിക്കാൻ, വിറകിട്ട് കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. തുമ്മ ആതിയ ഖൗമൻ യുസല്ലൂന ഫീ ബുയൂതിഹിം ലൈസ ബിഹിം ഇല്ല. ഒരു കാരണവുമില്ലാതെ പള്ളിക്ക് പോരാൻ പറ്റാത്ത രോഗം അല്ലെങ്കിൽ മറന്നുപോയവർ, അതൊക്കെയാണ് ഇല്ലത്ത് നിറയുന്നത്. ഒരു കാരണവുമില്ലാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകൾ കണ്ടോ? നമസ്കരിക്കാത്തവരെ കുറിച്ചല്ല പറയുന്നത്. യുസല്ലൂന ഫീ ബുയൂതിഹിം, വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവരെ പോയി ചുട്ടുകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. എന്താ? ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ വരുന്നില്ല. ഇത് അബൂദാവൂദിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു അന്ധനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അന്ധന്റെ പേര് പറയുന്നില്ല. ആ ആള് വന്നിട്ട് പറയാൻ, എനിക്ക് കണ്ണ് കാണാത്ത ഒരാള്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉതിറാണ്, കണ്ണ് കാണില്ലല്ലോ, ഓൻ പള്ളി പോണ്ട. നബിന്റെ അടുത്ത ആള് വന്ന് ചോദിക്കാൻ, നബിയെ എനിക്ക് പള്ളിയിൽ എന്നെ കൊണ്ടുപോകാൻ എനിക്കൊരു ഒരു നായകൻ, എന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒരാളില്ല, എനിക്ക് വല്ല ഉതിറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അയാൾ നടക്കുമ്പോ തിരിഞ്ഞു നടക്കാൻ നബി അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കേൾക്കാറുണ്ട്. എങ്കിൽ നബിന്റെ മറുപടി അജിബ്, ബാങ്ക് കേൾക്കുന്നുണ്ടോ? നിനക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും പള്ളിയിൽ കൊണ്ടുവരാൻ ആളില്ലെങ്കിലും നീ ഉത്തരം ചെയ്യണം. എന്താ ഉത്തരം? പൊരേ നിസ്കരിക്കലല്ല, പൊരേന്നും നിസ്കരിക്കണം എന്നല്ല വെച്ച്, പള്ളിയിൽ വരേണ്ടതാ. എങ്കിൽ നീ ഉത്തരം ചെയ്യണം. ആ ഉത്തരം എന്താ? ബാങ്ക് കേട്ടാലുള്ള ഉത്തരം പള്ളിയിൽ വന്ന് നമസ്കരിക്കാനാണ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഇബ്നു ഉമ്മു മക്തൂം, ഈ ഇബ്നു ഉമ്മി മക്തൂമിന്റെ പേരെന്താന്നുള്ള അബ്ദുള്ളയാണോ അംറാണെന്നുള്ളത്, അല്ലെ രണ്ടുപേരും ഒരാൾ തന്നെയാണോ എന്നൊക്കെയുള്ള ചർച്ച കാണാം. രണ്ടും ഒരാളുടെ പേര് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത മനുഷ്യൻ അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന് പറയാൻ, നബിയെ മദീനയിൽ എമ്പാടും ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള നാടാണ്. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ, കണ്ണ് കാണാത്ത ആളാണ്, ഇങ്ങനെ ഒരു കാരണമുണ്ട്, അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാതിരിക്കാൻ പറ്റുമോ? നബി അദ്ദേഹം ചോദിച്ചു, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഹയ്യാല സല കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ ഹയ്യാല സല കേൾക്കാറുണ്ട്. ഹല, എങ്കിൽ നീ വരണം. അപ്പൊ പാമ്പുണ്ട്, വന്യമൃഗമുണ്ട്, നിനക്ക് കണ്ണ് കാണൂല, നിന്നെ കൊണ്ടുവരാൻ ഒരാളില്ല എന്നതൊന്നും ഒരു മുഴുതറല്ല, പള്ളിയിൽ വരണം. ഇങ്ങനെ ഒരുപാട് ഹദീസ് കാണാം. അപ്പോ ബാങ്ക് കേട്ടിട്ടും ന്യായമായ കാരണങ്ങളില്ലാതെ പള്ളിയിൽ പോകാതിരിക്കുക എന്ന് പറയുന്നത് വൻപാപമാണ്. അപ്പൊ കണ്ണ് കാണുന്ന, ബാങ്ക് കേൾക്കുന്ന സൗകര്യമുള്ള ആളുകൾ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ വൻപാപം ചെയ്തവരാകുന്നു. നമ്മളിൽ ആർക്കാണ് സഹോദരന്മാരെ ഉതിറുണ്ടാകുക?
ജമാഅത്തിന് പള്ളി പോകാതിരിക്കാൻ, പങ്കെടുക്കാതിരിക്കാൻ അള്ളാഹ് കാക്കട്ടെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഒന്നൊഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ 6 കാര്യങ്ങളും നമസ്കാരത്തിൽ അലംഭാവം വരുത്തി വിവിധ രീതിയിൽ വൻപാപികളായി മാറുന്ന ഗുരുതരമായ കുറ്റത്തെ സംബന്ധിച്ചാൽ നമസ്കരിച്ചിട്ട് വൻപാപിയാവുക അതിലും വലിയ നഷ്ടം വേറൊന്നുണ്ട്. അതുകൊണ്ടാണ് ഖാസിറൂൻ, അവർ നഷ്ടകാരികളാണ്, നമസ്കരിക്കുന്നവർക്ക് വയല് നരകമുണ്ട്, നാശമുണ്ട് എന്നൊക്കെ അള്ളാഹു താക്കീത് ചെയ്തത്. അപ്പോ വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യം ഉൾക്കൊള്ളണം. കൃത്യമായ നമസ്കാരം